ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 10 തവണ ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയിട്ട് ഫെയിലായിപ്പോയ ഒരു കുട്ടി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോഴേക്കും അതിന് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിച്ചു. അതെന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദിജോസ് വേൾഡ് എന്ന് നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ആ ടാബിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു തരത്തിലുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രൊഡക്ട്സോ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകാനല്ല എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഹോം റെമഡീസ് വഴിയും നമ്മുടെ ഭക്ഷണക്രമത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങൾ വഴിയും അതുപോലെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് വഴിയൊക്കെ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചെറിയ ഹോം റെമഡീസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. സാധാരണയായിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വളർത്തുന്ന ഒരു ഫ്രൂട്ടും നമ്മൾ വീട്ടിലുള്ള വളങ്ങളെല്ലാം ഇട്ടിട്ട് പരിപാലിച്ചുകൊണ്ട് വരുന്ന ഒരു ഫ്രൂട്ടും തമ്മിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ സൈസിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. മറ്റുള്ളതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതിന് ക്വാളിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാകുമോ? അതേ സെയിം വ്യത്യാസം തന്നെയായിരിക്കും നമ്മുടെ എഗ്ഗിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്നത്. നമ്മൾ മെഡിക്കേഷൻസിനെ മാത്രം ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടം പൊട്ടും. പക്ഷേ കൃത്യമായിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടായാലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകാനും പ്രഗ്നൻസി പാതിക്ക് വെച്ചിട്ട് നിന്ന് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ കുട്ടി 10 തവണ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്തതാണ്. ഫോളിക്കുലാർ സ്റ്റഡി നമുക്ക് നടത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അണ്ടം വളരുന്നുണ്ടോ അത് തനിയെ പൊട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലെ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇവിടെ ഈ കുട്ടിക്ക് നാച്ചുറലായിട്ട് അണ്ടം വളരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ്സിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. മെഡിക്കേഷൻസ് അതുമായിട്ട് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു പ്രഗ്നൻസി അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും 10 തവണ ഫോളിക്കുലാർ സ്റ്റഡി നടത്തുമ്പോഴേക്കും അത് പല തവണയായിട്ടാണ് ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയത്. അതെല്ലാം ചെയ്തപ്പോഴേക്കും നമ്മുടെ ചാനലിൽ വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാവാത്തതാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്തു, കുറച്ച് ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ട മാറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോ വിറ്റമിൻ എയുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ എൻഡോമെട്രിയൽ തിക്നെസ് കൃത്യമായിട്ട് ഇംപ്രൂവ് ആകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള അയണിൻ്റെ കണ്ടന്റ് നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പിടിച്ചു വളരുന്ന നമ്മുടെ എംബ്രിയോയ്ക്ക് കൃത്യമായിട്ട് ഗ്രോ ആകാനായിട്ട് പറ്റാതെ വരുന്നു. കാരണം എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകും. എത്രത്തോളം ക്വാളിറ്റി അണ്ടത്തിനും ബീജത്തിനും ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നഷ്ടമായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് സ്വീറ്റ് പൊട്ടാറ്റോ. ആവിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് ഈവനിങ് ഒക്കെ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നിങ്ങൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ മാത്രമല്ല ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അടുത്ത വെജിറ്റബിൾ എന്ന് പറയുന്നത് ചീരയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ് ആയാലും നമ്മുടെ പാരൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളോട് കഴിക്കാനായിട്ട് പറയുന്ന ഒരു വെജിറ്റബിളാണ് ചീര എന്ന് പറയുന്നത്. ചീരയിൽ അയേണിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അയേണിനാണ് നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വിറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അയേണിൻ്റെ കണ്ടൻറ്റ് എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെയും അതുപോലെ നമ്മുടെ ഏർലി സ്റ്റേജിലാണെങ്കിലും നമ്മുടെ എഗ്ഗിൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനുമൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഫോളേറ്റ് എന്ന് പറയുന്നത്. ഈ ഫോളേറ്റ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ചീര കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്താണെങ്കിലും ചോറ് കുറച്ച് കുറവായിട്ട് എടുത്തതിന് ശേഷം കറികൾ കൂടുതലായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ചീരയാണെങ്കിലും മറ്റേതെങ്കിലും പച്ചക്കറികളാണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിലെങ്കിലും അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ചീര കഴിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്തെന്ന് പറയുന്നത് അത്തിപ്പഴമാണ്. ഉണങ്ങിയിട്ടുള്ള അത്തിപ്പഴമാണെങ്കിലും അല്ല ഉണങ്ങാത്ത തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. ഇതിലെ ഈ ഫിഗിലെല്ലാം തന്നെ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് എൻഡോമെട്രിയൽ ലൈനിങ്ങിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഇത് എൻഡോമെട്രിയം ടിഷ്യൂസിൻ്റെ ആ ഒരു തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഫിഗ് നിങ്ങൾക്ക് അത്തിപ്പഴം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മേടിച്ച് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഫിഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്സിൽ നിന്നും മേടിച്ച് കഴിക്കാവുന്നതാണ്. കുറച്ചധികം ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങളത് മേടിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഉണങ്ങിയത് മേടിച്ചതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് കുതിർത്താനായിട്ട് വെക്കുക. ഒരു രാവിലെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തലേ ദിവസം ഒരു ഓവർനൈറ്റ് എങ്കിലും നിങ്ങളത് കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം ആ വെള്ളവും കുടിച്ചിട്ട് ഈ അത്തിപ്പഴവും കൂടി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾ അത്തിപ്പഴം കഴിക്കുന്ന സമയത്ത് അത് കുതിർത്താതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കുതിർത്തി കഴിയുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഡയറക്റ്റ് കഴിക്കുമ്പോഴും ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷേ കുതിർത്തുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഈന്തപ്പഴമാണ്. ഒരുപാട് പേര് സംശയിച്ച് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ്സിൻ്റെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഈന്തപ്പഴം കഴിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് പീരിയഡ്സ് ഇപ്പോൾ തന്നെ ആകും, പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും ഒക്കെയാണ് ഈന്തപ്പഴം കാരണമാവുന്നതെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ഈന്തപ്പഴം നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓവുലേഷൻ സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ സമയത്താണെങ്കിലും കുറഞ്ഞ തോതിൽ നിങ്ങൾ ഈന്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അയൺ ഡെഫിഷ്യൻസി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെ എടുത്തിട്ട് നമ്മളൊരു പഠനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ, ഒരു 10 സ്ത്രീകളെ എടുത്തിട്ട് പഠനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ 7 പേർക്കും ചിലപ്പോൾ അനീമിയ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പലരും ഭയങ്കരമായിട്ടുള്ള വിളർച്ച കൊണ്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടും പലർക്കും അയോണിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും 2 or 3 ഈന്തപ്പഴമെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അയോണിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് എഫക്റ്റീവായിട്ട് അവിടെ നടക്കണം. അതിന് അയോണിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇതിൽ ഫൈബർ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡേറ്റ്സ് കൃത്യമായിട്ട് എടുക്കുന്നത് നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഈന്തപ്പഴം ഒന്നും നമ്മൾ 5 or 10 ഈന്തപ്പഴം ഒന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ ഒരു 3 ഈന്തപ്പഴം 3 ബദാം അങ്ങനെയുള്ള കാറ്റഗറി അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അതുപോലെ 2 അത്തിപ്പഴം അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ക്വാളിറ്റി ഈന്തപ്പഴം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ബേക്കറീസിൽ വേറെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടുള്ള ഈന്തപ്പഴത്തിന് ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴം മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമോ എന്നതിനെ പറ്റിയിട്ട്. ഒരിക്കലും നിങ്ങൾ 2 ഈന്തപ്പഴമോ 3 ഈന്തപ്പഴമോ ഒക്കെ തുടർച്ചയായിട്ട് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവില്ല. പീരിയഡ്സ് നമുക്ക് ഉണ്ടാവുന്നത് ഈന്തപ്പഴം കഴിക്കുമ്പോൾ നമുക്ക് ബ്ലീഡിങ് വരുന്നത് നമ്മളുടെ ശരീരം ഓൾറെഡി പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതും കൂടി കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബ്ലീഡിങ് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് അത് സഹായിക്കുന്നത് കേട്ടോ. അതല്ലാതെ ഒരാളുടെ മിസ്കാരേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ 3 ദിവസം കൂടുമ്പോഴോ 4 ദിവസം കൂടുമ്പോഴോ ഈന്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിനെ നമ്മൾ തെറ്റായിട്ട് ഇപ്പോൾ പീരിയഡ്സ് വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പീരിയഡ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു ഭക്ഷ്യവസ്തുവിനെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് എള്ളാണ്. ഒരുപാട് പേര് ഇതുപോലെ ഈന്തപ്പഴത്തിനെ പോലെ തന്നെ സംശയിച്ച് കഴിക്കുന്ന ഒന്നാണ് എള്ള് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ ഹോർമോണിനെ പ്രൊജസ്ട്രോൺ ഹോർമോണിനെ ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയധികം ബെനിഫിറ്റ് തരുന്നൊരു ഭക്ഷ്യവസ്തു ചിലപ്പോൾ ഉണ്ടാവില്ല. അത്രത്തോളം ബെനിഫിറ്റാണ് എള്ളിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കറുത്ത എള്ള് ഇപ്പോൾ രാവിലെ നമ്മൾ ഓവുലേഷൻ പീരിയഡ്സിൻ്റെ ആ ഒരു ദിവസം മുതൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വീതം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. എള്ള് കഴിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ 2 ഫേസ് ആയിട്ട് നമ്മുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തേതാണ് നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫോളിക്കുലാർ ഫേസ്, ദെൻ ലൂട്ടിയൽ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രോജൻ ഹോർമോണുമാണ്. ആ ഈസ്ട്രോജൻ ഹോർമോൺ കൃത്യമായിട്ടുണ്ടെങ്കിൽ LH ഹോർമോൺ, FSH ഹോർമോൺ ഇങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അണ്ടം ഗ്രോ ആയിട്ട് അത് പൊട്ടി നമുക്ക് നാച്ചുറലായിട്ട് ഓവുലേഷൻ ഉണ്ടാകുന്നത് കേട്ടോ.
ഇനി ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഇതിൻ്റെ ബാലൻസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എള്ള് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇവിടെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത റെമഡിയിൽ നമ്മൾ എൻഡോമെട്രിയം ടിഷ്യൂസ് കൃത്യമായിട്ട് ഗ്രോ ആകുക എന്നുള്ളതായിരുന്നു ഒരു പർപ്പസ്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങളുടെ എൻഡോമെട്രിയൽ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനും നമുക്ക് ശരീരത്തിനൊരു സഹായം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ, മെഡിക്കേഷൻസിനോടൊപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് 9 months ഒരു പ്രശ്നവുമില്ലാതെ മുൻപോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. എള്ള് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മാത്രം എള്ള് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ എള്ള് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ പറ്റുന്ന രീതിക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ ഇത് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് അത്രത്തോളം വർദ്ധിപ്പിച്ച് നാച്ചുറലി പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞിട്ട് ആ കാര്യമില്ല. ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. അത് നിങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ദിവസം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ മാസം നിങ്ങൾക്ക് ജനുവരി 25-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഫെബ്രുവരിയിൽ 28-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ജനുവരി 25 മുതൽ ഫെബ്രുവരി 28 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി കൃത്യമായിട്ട് പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.